കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൈവം നമുക്ക് ദാനമായി നൽകിയുള്ള ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും കരുണയും ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവിടുന്ന് നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ അവിടുന്ന് ഒരു നാളും സമ്മതിക്കുകയില്ല. നമ്മുടെ ദൈവം വഴുവഴുപ്പിലല്ല നിർത്തിയിരിക്കുന്നത്. നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി ഉറപ്പുള്ള പാറമേൽ, ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയെങ്കിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കും, വീഴാൻ അനുവദിക്കില്ല. താങ്ങുന്ന ഒരു കരമുണ്ട്. നിർത്തിയത് ആ പാറമേലാണ്. പന്മഴ ചുരിയട്ടെ, കാറ്റടിക്കട്ടെ, പ്രതികൂലം വരട്ടെ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ എന്ന് പറയത്തക്ക രീതിയിലുള്ള ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി വേണം. ഏതവസ്ഥയിലും കാണുന്നു, നമ്മൾ മനസ്സിലാക്കുന്ന, അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്നലകളിൽ ഇറങ്ങി വന്നവൻ ഇന്നും പ്രവർത്തിക്കും, നാളെയും പ്രവർത്തിക്കും. അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല, ചെവി മന്ദമായി പോയിട്ടില്ല. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയയും വിശ്വസ്തയും ഉയർന്നിരിക്കുന്നു. അതിന്റെ വിശ്വസ്തന്മാരെ അവിടുന്ന് കാക്കുന്ന ദൈവമാണ്. ഈ ദിവസം വിശ്വസ്തരായിരിക്കും പ്രിയരെ. പ്രാർത്ഥനയിൽ, ദൈവമായുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ, എല്ലായിടത്തും നമ്മൾ വിശ്വസ്തരായിരിക്കും. വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം നോക്കുന്ന വിശ്വസ്തന്മാരെയാണ്. പ്രാർത്ഥനാ മനുഷ്യൻ, ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹം എഴുന്നേൽക്കട്ടെ. എലിയാവിന്റെ കാലത്തും ബാലിനും മുട്ടുമടക്കാത്ത ഒരു ശേഷിപ്പ് ഈ കാലഘട്ടത്തിലും കൃപയുടെ ഒരു ശേഷിപ്പിനെ ദൈവം വേർതിരിച്ച് നിർത്തിയിട്ടുണ്ട്. നമ്മൾ അതിനുള്ളിലുള്ളവരാവണം. ലോകത്തിലൊരു ശക്തിയും നമ്മളെ കീഴ്പ്പെടുത്താതെ ദൈവാശ്രയമുള്ളവരായി, ആത്മാവിൽ ശക്തരായി നമുക്ക് മുമ്പോട്ട് പോകാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ ഇടയാവണം. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എന്നും ഉറച്ചു പ്രഖ്യാപനം ചെയ്യണം. പിന്നോട്ട് പോവില്ല. സാഹചര്യങ്ങൾ എതിരായാലും നമുക്കറിയാം, മതം വിട്ട യേശുവിന്റെ പുറകിന് പോയൊരു സമൂഹം യേശുവിനെ അറിഞ്ഞു. പക്ഷേ പ്രതികൂലങ്ങൾ ശക്തമായി ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നവർ തിരിച്ചു പോകാനുള്ള സാധ്യതകൾ മുമ്പിൽ വന്നു. അത്ര ശക്തമായ പ്രതികൂലം അവരെ ഓർപ്പിച്ച്, ശക്തീകരിച്ച്, ബലത്തോടെ നിർത്താൻ സ്ലീഹൻ പറഞ്ഞ വാക്കുകളൊക്കെ ശ്രദ്ധേയമാണ്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. പിന്നെയോ നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല. ആകയാൽ ഉയരത്തിലുള്ളതിനു വേണ്ടി നോക്കിപ്പാർക്കുവാൻ, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞ് ആ ജനത്തെ ഉറപ്പിക്കുന്ന ലേഖനമാണ് ഇബ്രായ ലേഖനം. പ്രിയ സഹോദരങ്ങളെ, പ്രതികൂലങ്ങൾ കാണുമ്പോൾ പുറകോട്ട് പോകാതെ, പതറിപ്പോകാതെ, പ്രശ്നങ്ങളുടെ നടുവിൽ അകപ്പെടുമ്പോൾ പ്രാർത്ഥന കുറയ്ക്കാതെ, ഈ ദിവസങ്ങളിൽ ആത്മശക്തിയോടെ മുൻപോട്ട് പോകാൻ തയ്യാറാകൂ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല, ആ ചെവി മന്ദമായി പോയിട്ടില്ലെന്ന് ഇന്ന് പകലിലും ഒന്ന് തിരിച്ചറിയാൻ ഇടയാകട്ടെ. ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാണ്. മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ ഹോവയായ ദൈവത്തിന്റെ കയ്യിലാണ്. ഇന്ന് പകലിലും ആ ദൈവത്തിൽ നമുക്ക് ചാരാം, ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അവിടുന്ന് മാറാത്തവൻ, അവിടുന്ന് മറക്കാത്തവൻ.
മാറുടത്തിൽ വഹിക്കുന്നവൻ. മാത്രമല്ല, ഏത് സാഹചര്യങ്ങളിലും വീര്യം പ്രവർത്തിക്കാൻ കഴിവും. ആ സന്നിധിയിലേക്ക് എപ്പോഴും ഓടി വന്ന അഭയം പ്രാപിക്കാൻ നമുക്കിടയാവും. അവരുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. വളരെ നാം ആവർത്തിച്ച് പ്രസംഗം കേട്ട ഒരു ഭാഗം ഇരമ്യാപ്രവചനം 17:14 വാക്യം. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. ഇവിടെ പറയുന്നു, യഹോവേ, എന്നെ രക്ഷിക്കണമേ. മഹത്വവാനായ ദൈവം, ഇസ്രായേലിന്റെ പ്രത്യാശയായ ദൈവം വിളിച്ചു പറയുന്നു, ദൈവത്തെ വിട്ടുപോകുന്ന ഏവരും ലജ്ജിച്ചു പോകും. വിട്ടുപോകുന്നവരെ പേര് മണ്ണിൽ എഴുതി വെക്കും. പലപ്പോഴും തന്റെ ജനമായ ഇസ്രായേൽ മക്കൾ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു. അവർ വേദനയിലൂടെയും കഷ്ടങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും തകർച്ചയിലൂടെയും പോയ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അവർ നിലവിളിച്ചു, അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നു. ആ സമയം ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്, അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മിദ്യാന്യരാൽ ക്ഷയിക്കപ്പെട്ട സമയത്ത് മിദ്യാന്യർ തന്റെ മക്കളുടെ മേൽ, ഇസ്രായേൽ മക്കളുടെ മേൽ ആധിപത്യം പ്രാപിച്ചു. ആ സമയത്ത് ഇസ്രായേൽ മക്കൾ ക്ഷയിച്ചുപോയി. അവർ യഹോവയോട് നിലവിളിച്ചു. ദൈവം ഒരു ഗിദെയോനെ എഴുന്നേൽപ്പിച്ചു. നമുക്കറിയാം, ഓരോ ഘട്ടങ്ങളിലും പിന്മാറിപ്പോയ ജനം മടങ്ങി വന്നപ്പോൾ വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും ഒക്കെ നശിപ്പിച്ച സംവത്സരങ്ങൾ നമുക്കറിയാം. വാസ്തോടും വിലാപത്തോടും കരച്ചിലോടും വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ ദൈവം പറഞ്ഞു, വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും വിട്ട് നശിപ്പിച്ച സംവത്സരങ്ങൾക്കനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പകരമായി തരും. എന്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകയില്ല, ഞാൻ അവരുടെ നടുവിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയും പറയുന്ന പ്രസ്താവന, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നിട്ട് പറ, യഹോവേ, എന്നെ സൗഖ്യമാക്കണം. മാനസികമായി സൗഖ്യം നഷ്ടപ്പെട്ടവർ, ശാരീരികമായി കുടുംബജീവിതത്തിൽ എവിടൊക്കെ നിങ്ങളുടെ സ്വസ്ഥതയും സൗഖ്യവും നഷ്ടപ്പെട്ടെങ്കിൽ, ഒരു ഡോക്ടേഴ്സിനും രക്ഷിക്കാൻ പറ്റാത്തത്, സ്കാനിങ് മെഷീനിൽ തെളിയാത്തത്, ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, അതിനെ സൗഖ്യമാക്കാൻ കഴിവുള്ള ദൈവം, അതിനെ വിടുവിക്കാൻ കഴിവുള്ള ദൈവം, അതിനെ ഉച്ചരിക്കാൻ കഴിവുള്ള ദൈവം. ധൈര്യത്തോടെ പറയാമോ, യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ. മാറാത്ത മുറിവുകൾ, പൊറുക്കാത്ത മുറിവുകൾ, മറക്കാൻ പറ്റാത്തത് സൗഖ്യമാക്കാൻ, അത് കുടുംബജീവിതത്തിൽ സംഭവിച്ചതാകട്ടെ, മറ്റു ചില വിഷയങ്ങളിലൂടെ വന്നതാകട്ടെ, അതിനെ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും. വിളിച്ചു പറ, കർത്താവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. 12 സംവത്സരം സ്വസ്ഥത നഷ്ടപ്പെട്ട, പരവശയായി ഡോക്ടേഴ്സിനാൽ പരീക്ഷിക്കപ്പെട്ട, സകല സമ്പാദ്യം നഷ്ടപ്പെട്ട, ആരോഗ്യം നഷ്ടപ്പെട്ട, സമൂഹത്തിൽ ചോദ്യചിഹ്നമായവൾ, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടവും അവൾക്ക് സൗഖ്യമായി. സംവത്സരങ്ങളായി നിങ്ങളെ അലട്ടുന്ന ചില വിഷയങ്ങൾ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ ധൈര്യത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് വരൂ. വിളിച്ചു പറ, കർത്താവേ, എന്റെ കുടുംബത്തെ, എന്റെ തലമുറകളെ, എന്റെ വിഷയത്തെ, ഞാൻ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ, സങ്കടങ്ങൾ, ആ വിഷയങ്ങൾ ആർക്കും പരിഹരിക്കാൻ പറ്റാത്തത് ഒന്ന് സൗഖ്യമാക്കണമേ. പ്രാർത്ഥിച്ചു തുടങ്ങൂ. ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ പോയ. വീണ്ടും വിളിച്ചു പറ, യഹോവേ, എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. മറ്റാർക്കും രക്ഷിക്കാൻ കഴിയാത്ത, പ്രവർത്തിക്കാൻ കഴിയാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത
ആരോടും തുറന്നു പറയാൻ പറ്റാത്ത വിഷയങ്ങൾ ഫേസ് ചെയ്യുന്ന സഹോദരങ്ങളെ വിളിച്ചു പറ, കർത്താവേ ഞങ്ങളുടെ വിഷയത്തെ, ഞങ്ങളുടെ തലമുറയുടെ വിഷയത്തെ, ഞങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന രഹസ്യമായി ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ മുൻപായി കൊണ്ടുവരുന്ന വിഷയത്തെ അങ്ങൊന്ന് രക്ഷിക്കണമേ, അങ്ങൊന്ന് തൊടണമേ. എന്നിട്ട് പറ, എന്നാൽ ഞങ്ങൾ രക്ഷപ്പെടും. കർത്താവ് രക്ഷിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തത്, നിയന്ത്രണം നഷ്ടപ്പെട്ടത്, ആർക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്, എല്ലാവരും കൈയൊഴിഞ്ഞ വിഷയം, മാറ്റി നിർത്തപ്പെട്ട വിഷയം, ഒറ്റപ്പെടുത്തിയ വിഷയം, അതിനെ രക്ഷിക്കാൻ കഴിവുള്ളവൻ ഇന്ന് പോൽ പറയുന്നു, എളിയവരുടെ പീഡയും ദീർഘശ്വാസവും നിമിത്തം ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരെ നിങ്ങൾ ആഗ്രഹത്തോടെ പറ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ തൊടണമേ, ഞങ്ങളെ സൗഖ്യമാക്കണമേ, ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ മേലൊന്ന് വെളിപ്പെടുത്തണമേ, നിങ്ങളുടെ ആത്മാവ് ഞങ്ങളോടൊന്ന് ഇടപെടണമേ. പ്രാർത്ഥിച്ചു തുടങ്ങൂ. ദൈവം ഇന്ന് പകൽ നിങ്ങളെ സൗഖ്യമാക്കുക, ദൈവം നിങ്ങളെ രക്ഷിക്കുക. ദൈവം നിങ്ങളുടെ ആ വിഷയത്തിന്റെ കുരുക്കുകൾ അഴിക്കുക, ദൈവോടെ ടച്ച് ചെയ്യുക. ചില തലമുറകൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോയ നാളുകൾ നടക്കാത്തത്, സമയം കഴിഞ്ഞത്, വൈകിപ്പോയി എന്ന് പറയുന്നത് മാത്രമല്ല, ചില ഫയലുകളെ പരിശുദ്ധാത്മാവ് പൊക്കിയെടുക്കുകയാണ്. നിങ്ങൾ എവിടെ ചെന്നാലും പരാജയമെന്ന് ചിന്തിക്കുന്ന ചില വിഷയത്തിന്മേൽ ഇല്ല, അതിന് ദൈവം മാറ്റാൻ സർവശക്തത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഇടപെടിയിൽ വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കുന്നു. വലിയ മിറക്കിൾ ദൈവം ചെയ്യും. യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, യഹോവേ എന്നെ രക്ഷിക്കണമേ, യഹോവേ എന്നെ സൗഖ്യമാക്കണമേ. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കൂ. വലിയ മിറക്കിൾ ഈ ദിവസം സംഭവിക്കും. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൻ നിങ്ങളുടെ സഹോദരൻ പ്രസ്ബിറ്റർ.